ആ ചോദ്യക്കടലാസുകളിൽ എങ്ങനെയാണ് തെറ്റുപറ്റിയത് അന്വേഷിക്കാൻ പോകുന്നു. ഹയർ സെക്കൻഡറി വാർഷിക പരീക്ഷയുടെ ചോദ്യക്കടലാസിൽ അക്ഷരത്തെറ്റുണ്ടായ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ചോദ്യക്കടലാസ് നിർമ്മാണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് അശ്രദ്ധ ഉണ്ടായത് എന്ന് കണ്ടെത്തണം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഈ അക്ഷരത്തെറ്റ് വ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി പൊതുസമൂഹത്തിലുടനീളം. എന്താണ്, ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? മനേഷ്, ബുധനാഴ്ച നടന്ന 80 മാർക്കിൻ്റെ മലയാളം ചോദ്യപേപ്പർ, പരീക്ഷാ ചോദ്യപേപ്പറിലാണ് വലിയ തെറ്റുകൾ കണ്ടത്. അതായത് കൂടുതലും അക്ഷരത്തെറ്റുകളാണ്. അതിൽ 27 ചോദ്യങ്ങളിൽ 15 അക്ഷരത്തെറ്റുകൾ കണ്ടെത്തി എന്നുള്ളത് വലിയ വിമർശനത്തിന് ഇടയായിട്ടുണ്ട്. വലിയ വിമർശനങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ തന്നെ അതിപ്പോൾ അന്വേഷിക്കാൻ തന്നെ തീരുമാനമുണ്ടായിരിക്കുന്നു. മന്ത്രി, അതായത് ഉന്നത വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അതിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണം. അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യമാണ്. വിവിധ ചോദ്യങ്ങളിലാണ് അക്ഷരത്തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അത് ഒരിക്കൽ പോലും പ്രൂഫ് റീഡിംഗ് നടത്താതെയാണ് അക്ഷരം തെറ്റുകളോടെ ആ ചോദ്യപേപ്പർ പുറത്തു വന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയ വിമർശനമായി ഉയർന്നിരുന്നു. 4ാമത്തെ ചോദ്യത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ താമസം എന്നുള്ളത് താസമം എന്നാണ്. അങ്ങനെ നിരവധി വാക്കുകളാണ് തെന്നിയും തെറിച്ചും തലതിരിഞ്ഞ രീതിയിൽ വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റ് പരീക്ഷകൾ, 1-2 പരീക്ഷകളിലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിച്ചു എന്നുള്ളൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. ബയോളജി ചോദ്യപേപ്പറിൻ്റെ മലയാളം തർജിമയിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ വന്നിരുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഏതായാലും ഈ ചോദ്യപേപ്പറുകൾ തെറ്റുണ്ടായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അത് കൂടുതൽ അതിനൊരു റിപ്പോർട്ട് സമർപ്പിക്കും. ഏതായാലും ചോദ്യപേപ്പർ നിർമ്മാണത്തിന് ഏത് ഘട്ടത്തിലാണ് ഈ തെറ്റുണ്ടായത്, ഈ അശ്രദ്ധ സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് കണ്ടെത്താനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ തെറ്റുകൾ കാരണം വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, പരീക്ഷയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യനിർണ്ണയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. നരേഷ്, വിഷ്ണു കരുണാകരനാണ് ഈ സുപ്രധാനമായ തീരുമാനം, വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.